വൈകിട്ട് ഏതാണ്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കിയെന്നും പറഞ്ഞാ സാറേ അവന്മാരെന്നെ തല്ലിയത്. അടി കൊള്ളുന്നതിനിടയിൽ ഞാൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഞാൻ പോലീസുകാരനാണ്. എന്നിട്ടും അവന്മാരെന്നെ തല്ലി ചതച്ച്. തന്റെ കയ്യിൽ എവിടുന്നാണോ ഈ പണം ഇത്രയും വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കുടിക്കാൻ? അതെന്നെ ഓരോരുത്തരും സൽക്കരിക്കുന്നതാ സാറേ. കഴുതേ, നിനക്ക് എന്നും ഇങ്ങനെ ഓസിന് തരാൻ? പോലീസിലുള്ളപ്പോ ഓരോരുത്തർക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന്റെ പേരിൽ ഓരോരുത്തർ ഇങ്ങനെ. ഗോപി, സത്യം പറഞ്ഞു, എവിടുന്നാ, ആരാ തനിക്ക് ഇത്രയും പണം തരുന്നത്? സത്യം പറഞ്ഞാ സാറന്മാര് വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എന്നെ എങ്ങനെട്ടുണ്ട് ഭേദം ചെയ്യാൻ ഞാൻ എന്തോ പാവം ചെയ്തു? കട്ടോ മോട്ടിച്ചോ? അത് ഞാൻ വല്ലവരെ കൊന്നോ? നിർത്തറ മൂങ്ങുന്ന പന്ന. ഇനി തെമ്മാടിത്തരം കൂടെ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ ഉള്ളതാ സാറേ, കൈ കാശില്ലെന്ന് അങ്ങേര് പറയുന്നത് സത്യമാ. ഇയാൾ കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ മരുന്ന് വാങ്ങാൻ പോയ തക്കത്തിന് ഇവിടെ ആരാണ്ട് അറ്റൻഡർമാര് വാങ്ങിച്ചു കൊടുത്തതാ സാറേ. എന്തിനാണ് നീ കൂടെ പോലീസുകാരെ തന്നെയായിട്ട് അയാൾ കുടിച്ചേച്ച്? സത്യമാ സാർ, അയാളെ പ്രശ്നം ഉണ്ടാക്കിയത്. ഓഹോ, അപ്പൊ പ്രശ്നം ഉണ്ടായ നീയൊക്കെ കൂടെ തല്ലിക്കളയല്ലേ? സാർ, ഇത് വലിയ കഷ്ടമാണ് സാർ. അപ്പൊ തല്ലിയ നീയാണോ? എക്സ്ക്യൂസ് മീ സാർ. മേ ഐ കം ഇൻ? യെസ്. ആര് പറഞ്ഞോ ഇതിനകത്തേക്ക് ആളെ കടത്തിവിടാൻ? സാർ, അത് ഞാൻ. നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഇന്നത്തെ പത്രത്തിൽ വായിച്ചു കാണും എന്റെ പ്രസ്താവന. അയാം വട്ടപ്പാറ പീതാംബരൻ, ഓൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ. മതി. എന്താ ഇവിടെ? ഞാനിവരെ കസ്റ്റഡിയിലെടുക്കാൻ, ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. ഓ, ദാ വക്കീലുണ്ട് എന്റെ കൂടെ. കമ്മീഷണറാണല്ലേ? ഓ, ബാർ തൊഴിലാളി യൂണിയൻ നേതാവും ഒപ്പം ബാർ ജീവനക്കാരനുമാണ് ഞാൻ. കേട്ട് കാണും, തൊഴിലാളി വർഗത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു തൊഴിലാളി നേതാവും. എന്നിട്ട് തന്നെ കണ്ടിട്ട് യവന്മാരെ പോലെ പണിയെടുക്കുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. അത് പിന്നെ ഈ ട്രേഡ് യൂണിയന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് സർ. ഓ, ഞങ്ങൾ നേതാക്കന്മാർ പണിയെടുക്കാറില്ല. ആഹാ. പിന്നെ കമ്മീഷണർ, ഇവരുടെ ജാമ്യത്തിന്റെ കാര്യം മര്യാദക്ക് സംസാരിക്കടാ. ഓ ഇക്ബാൽ വേണ്ട, വിട്ടുകൊടുത്തേക്ക്. അവരെ കൊണ്ടുപോകട്ടെ. കടലാസൊക്കെ അപ്പുറത്തെ ഓഫീസിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. പൊയ്ക്കോ. ഓ പറ. അരുമ്പാറ. അരിമ്പാറയല്ല, വട്ടപ്പാറ പീതാംബരൻ. എന്താണേലും പാറ തന്നെ. താൻ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ആളല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ, മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കാണും ഞാൻ വരുമെന്ന്. അല്ല, ഖദറിന്റെ കൂടെ നെഞ്ചത്ത് ഒരു 500 നോട്ട് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ബട്ട് കമ്മീഷണർ, ഇഫ് യു വാണ്ട് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ. ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിന്നെ ഞാൻ പൊക്കിക്കോളാം. ഓടാ ഓടാ. വരട്ടെ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, ഈ പീതാംബരൻ ഏറ്റാൽ അത് ചെയ്തിരിക്കും. ഇതതുപോലെയല്ല, ഞാൻ ചെയ്തിരിക്കും. അല്ലേ? അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ സാറേ ഒരു പരിങ്ങല്?
എന്ത് പറയുന്നു? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ. എന്താണ് ബാല സംഭവിച്ചത്? സത്യം പറഞ്ഞു. ഇല്ല നിന്നെ ഒരു ടൂറിസ്റ്റ് ഒന്ന് പഴംപാൽ പൊതിഞ്ഞു വെച്ച് കക്കയും ഡാമിക്കൊണ്ട് കെട്ടിത്താത്തുകൾ ഞങ്ങള് അറിയാലോ. പോലീസുകാരും ഗോപി സ്ഥിരമായി ബാറിൽ വന്ന് കുടിച്ചിട്ട് 100-ന്റെയും 500-ന്റെയും നോട്ടെടുത്ത് ടിപ്പ് കൊടുത്തപ്പോ പിള്ളേരാരാണ് തമാശക്ക് കള്ളനോട്ടാണോ സാറേ എന്ന് ചോദിച്ചപ്പോ അയ്യോ അങ്ങനെ ചോദിച്ചപ്പോ അങ്ങനെ ചോദിച്ചപ്പോ അയാള് ചൂടായിട്ട് പിള്ളേരൊക്കെ ചീത്ത വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ഗാഡിയായി പോയിട്ടോ പൊന്നു സാറേ. കോൺഫെഡറേഷൻ ഇനിയും വേണ്ടി വന്നാൽ ഞാൻ ഇതുപോലെ വിളിപ്പിക്കും. ഫർദർ ക്ലാരിഫിക്കേഷന് വന്നോണം. വിളിക്കാതെ വരാ സാറേ. ഈ തുണിയും കെട്ടൊക്കെ എടുത്തോണ്ട് പിടിക്കാം. എന്ത് പറ്റി സാർ? എന്താ വിട്ടുകളഞ്ഞത്? അല്ല, കള്ളനോട്ടാണോ എന്ന് ചോദിച്ചപ്പോ കോൺസ്റ്റബിൾ ഗോപി എന്തിനാ ചൂടായത്? സാർ, മനസ്സിലെന്താണെന്ന് പറഞ്ഞാലേ. വേണ്ട, പറഞ്ഞാ ചിലപ്പോ മണ്ടത്തരമായി പോയാലോ. നമുക്ക് ഒന്ന് പ്രവർത്തിച്ചു നോക്കാം. സേ എ ബ്ലൈൻഡ് ട്രൈ. ഇന്ദു, ഉറങ്ങിയോ നീ? സാരമില്ല, ഐ നീഡ് സം ഹെൽപ്പ്. ഒരു ചെറിയ സഹായം. എക്സ്ക്യൂസ് മീ, ഈ കോൺസ്റ്റബിൾ ഗോപിനാഥന്റെ? അതെ, ആരാ? ഞാൻ അഡ്വക്കേറ്റ് ഇന്ദു. ഗോപിയുടെ പോലീസ് അസോസിയേഷന്റെ ആൾക്കാര് എന്നെ വന്ന് കണ്ടിരുന്നു, ഇയാൾക്ക് വേണ്ടി കേസ് വാദിക്കണമെന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഇരിക്കെ. നല്ല ഉറക്കാ. ഇപ്പൊ വിളിച്ചാലും ഉണരാൻ ഇത്തിരി പാടാ. ഒന്ന് വിളിച്ചു നോക്കണം. വേണമെന്നില്ല. സാധാരണ ഇതുപോലെ സസ്പെൻഷനിലും പണിഷ്മെന്റിലും ഒക്കെ നിൽക്കുന്ന പോലീസുകാരുടെ കേസൊക്കെ എനിക്കാ വക്കാലത്ത്. സുശീല എന്നല്ലേ കുട്ടിയുടെ പേര്? അതെ. എങ്ങനെ അറിയും? അത് മിസ്റ്റർ ഗോപിയോട് സംസാരിക്കുന്നതിനേക്കാൾ കുട്ടിയോട് ചോദിക്കുന്നതാ ഭേദമെന്ന് അവര് പറഞ്ഞിരുന്നു, അസോസിയേഷൻകാര്. കുട്ടി എഡ്യൂക്കേറ്റഡ് അല്ലേ? അതെ. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹയറപ്സിലുള്ളവരോട് സംസാരിച്ചു നോക്കി ഇയാളുടെ കാര്യം. സസ്പെൻഷനിലിരിക്കുമ്പോ തന്നെ ഇങ്ങനൊരു കേസും കൂടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇയാളുടെ ജോലി പോകാനാ സാധ്യത. ബട്ട് ഞാനെന്റെ എല്ലാ കഴിവും വെച്ച് ഫൈറ്റ് ചെയ്ത് നോക്കാം. എന്താ കുട്ടി ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചത്? സത്യം എന്താന്നറിഞ്ഞാല് ഒരുപക്ഷെ ഇയാളുടെ ജോലി പോവാതെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. സത്യം എന്തെന്ന് ആര് ചോദിച്ചാലും ഇങ്ങേര് കള്ളമ്മേ പറയത്തുള്ളൂ ചേച്ചി. കുട്ടിയോടും ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കൂടുമ്പോഴൊക്കെ കുട്ടിയോട് പറയാറില്ലേ സത്യം? ഗോപിയുടെ കയ്യില് ഈയിടെയായിട്ട് എവിടുന്നൊക്കെയോ കുറച്ചേറെ പണം വന്ന് ചാടുന്നുണ്ടല്ലേ? വലിയ വലിയ ബാറിൽ കയറി കുടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതല്ല അതിന്റെ പേരിലാ. ആരോ കുട്ടിയുടെ ഭർത്താവിനെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലുണ്ട് ഈ പണം കൊടുത്തുള്ള ഏർപ്പാട് അല്ലേ? അത് അറിയാവുന്ന എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ കുട്ടി. കുട്ടിയുടെയും ദാ ഈ മോളുടെയും കൂടി നന്മ ഉദ്ദേശിച്ച ഞാൻ. അയ്യോ, കുട്ടിക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ. അയ്യോ ഇല്ല ചേച്ചി, ചേച്ചി വാ.
എവിടുന്നാന്ന് എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി. പക്ഷെ വേണുമ്പോ അങ്ങേരുടെ കയ്യിൽ കാശുണ്ട്. ഇന്നലെ സന്ധ്യ മയങ്ങിയപ്പോ ഒരു ഓട്ടോറിക്ഷ കയറി പോയതാ. തിരിച്ചു വന്നപ്പോ പോക്കറ്റ് നിറച്ച് കാശ്. വീട്ടിലെ ആവശ്യത്തിനൊക്കെ ദുഷ്ടനാ ചേച്ചി, ചോദിച്ചാ തരത്തില്ല. പിന്നെ ഞാനങ്ങ് എടുക്കും. ഒരു സഹായം ഇല്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ അച്ഛനായി പോയില്ലേ ചേച്ചി. പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴും അത് ഓർത്തിട്ടാ ഞാൻ കള്ളം പറഞ്ഞത്. ആ പിന്നെ ഈ കേസിന്റെ ആവശ്യത്തിന് ഗോപി ഇവിടെ അഡ്മിറ്റ് ചെയ്ത അന്ന് മുതലുള്ള കടലാസുകളൊക്കെ എനിക്ക് വേണ്ടി വരും. അതൊക്കെ ഓഫീസിലെ സിസ്റ്റർമാരുടെ കയ്യിലാ. അതൊക്കെ ഒന്ന് വാങ്ങിച്ചു വന്നിരുന്നെങ്കിൽ എനിക്ക് ഡീറ്റെയിൽസ് കുറിച്ചെടുക്കാമായിരുന്നു. കുട്ടിക്ക് പ്രയാസാവില്ലെങ്കിൽ മാത്രം. അയ്യോ അതിനെന്താ ചേച്ചി, ഞാൻ വാങ്ങിച്ചു തരാം. ചേച്ചി ഇവിടെ നിന്നാ മതി. ആ പിന്നെ ഉണരെയാണെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി, ഞാൻ ഇപ്പൊ വരാം. അയ്യോ എന്താ, എന്തിനാ ഇയാൾ കാണണമെന്ന് പറയുന്നത്? ഇവന് സാറിനോട് എന്തോ നേരിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞാ കയറി വന്നത്. ഞങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്ത് പറ്റിയടോ? സാർ അത് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ആ പോലീസുകാരൻ മരിച്ചു എന്നറിഞ്ഞു. അതിനെന്താ, അയാളുടെ പേരിൽ വല്ല ഫണ്ട് പിരിവ് നടത്താൻ ഉദ്ദേശമുണ്ടോ വട്ടപ്പാറയ്ക്ക്? അയ്യോ ഇല്ല സർ. പിന്നെ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സർ. ഒടുവിൽ വൈഫിനോട് കാര്യം പറഞ്ഞപ്പം അവളാ പറഞ്ഞത് നേരിട്ട് ഇവിടെ വന്ന് സാറിനോടുള്ള സത്യം മുഴുവൻ തുറന്നു പറയാൻ. എന്താടാ, നീയാണോ അയാളെ കൊന്നത്? അയ്യോ അല്ല സർ. പിന്നെ അന്ന് ബാറിൽ വെച്ച് സംഭവിച്ചതിന്റെ സത്യാവസ്ഥ. സത്യാവസ്ഥ അന്ന് അയാളെ തല്ലിയത് സണ്ണിച്ചനാ സാർ. പറയടാ, ഏത് സണ്ണിച്ചൻ? അത് മോഹൻ തോമസ് സാറിന്റെ അനിയൻ സണ്ണിച്ചൻ.
അനിയ ആരായി സണ്ണി തോമസ്? അതാ അതേ ഇവിടെ നടക്കുന്ന അണ്ണനെ തപ്പി പോലീസ്. നീ ഒരു കാര്യം ചെയ്യ്, ഗോഡൌണിൽ പോയി നമ്മുടെ കംപ്ലീറ്റ് ആൾക്കാരോട് വരാൻ പറ. ചെല്ല്. താനാണോ ഈ സണ്ണി തോമസ്? അതെ. എന്താ ഇവിടെ? ആരോട് അനുവാദം വാങ്ങിച്ചിട്ടായി കോളേജിനകത്ത് കയറിയത്? കമ്മീഷണർ ഓഫീസ് വരെ ഒന്ന് വരേണ്ടി വരും. എങ്ങനെ? അതൊക്കെ അങ്ങ് വന്നിട്ട് പറയാം. ജീപ്പ് കയറാം. അങ്ങനെ ചുമ്മാ സൊല്ലാനാണെങ്കിൽ കമ്മീഷണറോട് സണ്ണിയെ വീട്ടിൽ വന്ന് കാണാൻ പറ. ജ്യോതി, അണ്ണന്റെ മേൽവിലാസം നല്ല കൈയക്ഷരത്തിൽ എഴുതി സാറിനൊന്ന് കൊടുത്ത്. മര്യാദയ്ക്ക് കൂടെ വന്നില്ലെങ്കിൽ നീ അങ്ങ് കൊണ്ടുപോണ്ടി വരും. വെറുതെ മുട കാണിക്കല്ലേ, കൈയെടുക്കണം. യെസ് കമ്മീഷണർ. ദാ വരുന്നു. നീയാണല്ലേ സണ്ണി തോമസ്?
പന്നത്തനോട് താനീ കാണിച്ചത്? സാർ മാറി നിൽക്കണം പ്ലീസ്. കോളേജിൽ കയറി മറ്റേ പണി കാണിച്ചതും പോരാ. Leave him, you bloody. പുല്ലേ തൊട്ടുപോകരുത്. ഇവൻ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുണ്ടോ? Look you fool. ഇവനെ പിടിച്ച് അകത്താക്കാനുള്ള വാറണ്ടത്. പണ്ടങ്ങാണ്ട് ഇവൻ റിസർവാനത്തേക്കരെ മ്ലാവിനെ വിടുവെച്ചെന്ന് പറഞ്ഞ് ഫോറസ്റ്റിൽ നിന്നും വിജിലൻസ് ഒരു കംപ്ലൈന്റ്. കാര്യം തിരക്കിയപ്പോ സംഗതി ശരിയാ. പിന്നെ എന്റെ വീട് റെഡി ചെയ്തപ്പോ മ്ലാവിന്റെ തോലോ കൂടെയോ വാഴയ്ക്കേണ്ടി കിട്ടുകയും ചെയ്തു. അതിന്റെ പുറത്താ ഈ വാറണ്ട്. മനസ്സിലായോടോ? അവിടെ ഇവിടെ 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 ലീവ് തൊട്ടുപോയവനെ റാക്കിൽ കാക്കി ഇട്ടവന്റെ നേരെ കയ്യോങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ കൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും. അല്ലടാ പന്ന കാണിക്കുന്ന നായ. എടോ, മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാന്നം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.